ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ കിച്ചണിൽ വെച്ചിട്ടുള്ളത്. കാര്യം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മീൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്ലാനിലുള്ളത്, അതായത് ചിക്കൻ, വേറൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഞാൻ വർക്കൗട്ട് അല്ലെങ്കിൽ വർക്കിന് പോയി വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ കിടന്നുറങ്ങി ശേഷം വർക്കൗട്ട് ചെയ്യാൻ പോയി വന്നിട്ടൊക്കെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ അതൊന്ന് ആ റൊട്ടീനൊന്ന് കംപ്ലീറ്റ്ലി മാറ്റി പിടിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. അപ്പോൾ ചിക്കൻ കറി ഇപ്പോൾ ആക്കും. റൈസ് പിന്നെ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അത് കുഴപ്പമില്ല. കറി ഇപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. ഉണ്ടാക്കി വെച്ച ശേഷം മാത്രം പോകാന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ചിക്കൻ വാങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് മേക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കിച്ചണിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ചിക്കൻ റെസിപ്പി നിങ്ങൾ കാണും. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് പാൻ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ശേഷം ഇതൊക്കെ എടുത്തിട്ട് നേരെ ഇടുന്നത്. അതായത് വെളിച്ചെണ്ണക്ക് പകരമായിട്ടാണ് വെള്ളം യൂസ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഇതൊന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ മസാലയെല്ലാം ആദ്യം തന്നെ ഇടുന്നുണ്ട്, അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അതുപോലെ തന്നെ ചിക്കൻ മസാല, വേറെന്താ, കുറച്ച് കുരുമുളകുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ, എന്താ പറയുക, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഭയങ്കര രസമുള്ള ചിക്കൻ കറി ആണെന്നൊന്നുമില്ല. എന്നാലും ചിക്കൻ കറി ആയിരിക്കും, കാരണം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ കറി ആകാനാ ചാൻസ് കൂടുതൽ. അങ്ങനെയാണ് ആയിട്ടുള്ളത് തോന്നുന്നു. പിന്നെ നോക്കാം എന്തായാലും. ഇതൊന്ന് കുറച്ച് നേരം ആയ ശേഷം നമുക്ക് ചിക്കൻ കൂടി ഇട്ടിട്ട് അവിടെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലെയിം ഒന്ന് കുറക്കാം, സാധനം ആയിക്കോളും. ഓക്കെ, ഞാൻ ചിക്കൻ കറി ഇതുവരെ ഇൻഡക്ഷനിലാക്കിയില്ല, അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എപ്പോഴും ഗ്യാസിലാക്കിയ റൂം മാറിയ ശേഷം ഗ്യാസിന് സെറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഇൻഡക്ഷനിലാവുണ്ട് കുക്കിംഗ് മൊത്തം ഉള്ളത്, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്യാം. ഇതിനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, വേഗം വെച്ചാൽ വേഗം ആയിക്കോളൂ. നല്ലോണം വേഗം വേണം, വെന്തിട്ടില്ലെങ്കിൽ ഇത് തിന്നാനും പറ്റത്തില്ല, വരേക്ക് റബ്ബർ പോലെ ഇരിക്കും. അപ്പം സാധനം ഒന്ന് സെറ്റ് ആവട്ടെ. ഇതിനകത്ത് വെച്ചിട്ടൊന്ന് മൂടിയിട്ട് വെക്കാം, നല്ലോണം ഇളക്കിയതിന് ശേഷം. ഓക്കെ, സെക്കൻഡ് ചിക്കൻ കറി ഇതാ ഇവിടെ ആവുന്നുണ്ട്. അങ്ങനെ ആവട്ടെ, നമുക്ക് എന്തായാലും പോകേണ്ട പരിപാടി വെക്കാം. ഇതൊരു 10 മിനിറ്റ് എന്തായാലും വെക്കേണ്ടി വരും, എന്നാലേ അത് കുക്ക് ആകത്തുള്ളൂ. ചിക്കൻ കറി അവിടെ ആവുന്നുണ്ട്. എന്തായാലും ഒരു 10 മിനിറ്റ് വെക്കണം, അല്ലാണ്ട് അത് നടപടി ആവില്ല. പിന്നെ ഇൻഡക്ഷൻ ഇല്ല, അപ്പം വലിയൊരു ഐഡിയ ഇല്ല എത്രത്തോളം സമയം ഇത് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് വെന്ത് കിട്ടുമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര റബ്ബർ ആയിരിക്കും, അത് കഴിക്കാൻ ഭയങ്കര മുഷിപ്പായിരിക്കും, സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ്ടല്ലേ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത ശേഷം വന്നിട്ട് ഫുഡിൻ്റെ അപ്പുറം കാണിച്ചു തരാം. ഏതെങ്കിലും ഒന്ന് ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ ആഡ് ചെയ്യാം എന്താ അവസ്ഥ. പിന്നെ എല്ലാ ഇത് രീതിയും പോലെ തന്നെ ചിക്കനിൽ മസാല പിടിച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം. വലിയ ടേസ്റ്റ് വേണമെന്നൊന്നുമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട് സാധനത്തിൽ. ടേസ്റ്റ് ഇല്ല എന്നല്ല, നമ്മൾ വീട്ടുണ്ടാക്കുന്ന രീതിയിൽ വലിയ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് ഒന്നും ഇതിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ബട്ട് കമ്പാരിറ്റീവ്ലി അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ജിമ്മിൽ വെച്ചിട്ട് കാണാം. ഞാൻ ജിമ്മിലെത്തി. അപ്പോൾ കാർഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് കാർഡിയോ ചെയ്ത ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ ഫസ്റ്റ് ഞാൻ ഇന്ന് മസിലപ്പില്ലേ, അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. റീസൺ എന്താ വെച്ചാൽ ഓൾറെഡി ഇപ്പം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ പുള്ളപ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. 20, 22, 25 എല്ലാം ഈസിയായിട്ട് പുള്ളപ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മസിലപ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും വന്നേമ്പാട് അതിന് വേണ്ടിയിട്ടൊന്ന് ട്രെയിൻ ചെയ്ത ശേഷം മാത്രം വർക്കൗട്ടിലേക്ക് നടക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് അതിന് വേണ്ടിയിട്ട് എന്താ സ്പെഷ്യലായിട്ട് കുറച്ച് റിസ്റ്റൻ ബാൻഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കാനുള്ളൊരു പരിപാടിയാണ്.
കറണ്ട്ലി ഞാൻ വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് മസിലപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്ക് മാറാം. ശേഷം വർക്കൗട്ട്. ഗൈസ്, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോവാം വിത്ത് റെസിസ്റ്റൻറ്റ് ബാൻഡിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. ഞാൻ ചെയ്ത് നോക്കി, വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നോക്കട്ടെ. ഈ ബാൻഡ് കുറച്ചും കൂടെ താഴോട്ടേക്ക് പോകണമായിരുന്നു, ഭയങ്കര ടൈറ്റാണ്. ഫോർ ഓ ഫൈവ് എങ്ങാണ്ട് ചെയ്ത്, കുഴപ്പമില്ല, മതി, ഇത്രയേ ഉള്ളൂ. ഞാൻ 3 സെറ്റ് ചെയ്ത് ലാസ്റ്റ് സെറ്റ് എനിക്ക് കാണിച്ചു വീഡിയോയിൽ. ഇത്ര ചെയ്യാനുള്ള ആരോഗ്യമുള്ളൂ. ബാക്കിയുള്ള വർക്കൗട്ടും ചെയ്യണ്ടേ? അയ്യോ, ഞാൻ ഇന്ന് വന്ന് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട്, മെയിൻ വർക്കൗട്ട് വന്നിട്ട് ബൈസെപ്സും ട്രൈസെപ്സും ആണ്. കുറേ ആയി ആംസിന് പ്രയോറിറ്റി കൊടുത്തിട്ട്. അപ്പോൾ ഈ 2 മസിൽസാണ് ഇന്ന് ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. നാളെ വന്നിട്ട് ലെഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈസെപ്സ് ഒരു 3, ട്രൈസെപ്സ് ഒരു 3, ഓൾട്ടർനേറ്റീവായി ചെയ്യും. അതായത് ഒരു ബൈസെപ്സിന് വർക്കൗട്ട്, ഒരു ട്രൈസെപ്സിന് വർക്കൗട്ട്, അങ്ങനെ മാറി മാറിയിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ വർക്കൗട്ട് ക്യാബിളിൽ കേൾസ് ആണ്. ഇതൊരു 4 സെറ്റ് ചെയ്യാം. ശേഷം ട്രൈസെപ്സ്. ഗൈസ്, ഇനിയിപ്പോൾ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ. ഇത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം, ബാർ യൂസ് ചെയ്യുന്നില്ല. എന്താ അറിയില്ല, വല്ലാത്തൊരു ടയർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ മസിലപ്പിൻ്റെ ചെയ്തി ഉണ്ടോ തോന്നുന്നു. ഭയങ്കര ഒരു ടയർഡ്നെസ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 1-2 മണിക്കൂറായിട്ടാണ് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ലേറ്റ് ആയല്ലോ, എനർജി അവിടെ കിട്ടാനാണ്. അതിൻ്റെ ഒരു കാരണം കൊണ്ട് കൂടെ ആയിരിക്കും. ഗൈസ്, ബൈസെപ്സിൻ്റെ ഹാമർ കോള്, ഇതൊരു 3 സെറ്റ്സ് ചെയ്യാം. ഓക്കെ, ടെൻ റെപ്സ് ആയിട്ടുണ്ട്. 2 സെറ്റും കൂടെ ചെയ്യാം. 3 സെറ്റാണ് ടോട്ടൽ. അതും കഴിഞ്ഞ് സ്കൽ ക്രഷർ ചെയ്യാം. ട്രൈസെപ്സിൻ്റെ കിടന്നിട്ട് ഇങ്ങനെ അടിക്കുന്ന സാധനമില്ല അത്. അത് 2 സെറ്റ് മതി. സ്കൽ ക്രഷർ ആ 2 ഓൾമോസ്റ്റ് സെയിം. ഓവർ ഹെഡും സ്കൽ ക്രഷറും സെയിം ഓൾമോസ്റ്റ്. പിന്നെ വെറുതെ ഇട്ട് തയ്ക്കുന്നൊരു കാര്യമില്ല. അപ്പോൾ ഇതൊരു 2 സെറ്റ് ചെയ്യാം, മറ്റേതൊരു 3 സെറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഗൈസ്, സ്കൽ ക്രഷർ ചെയ്യാം. അതിന് പൊസിഷൻ കുറച്ച് അപ്പ് ചെയ്ത് വെക്കുന്ന കുറച്ച് ബെറ്റർ, സ്ട്രൈറ്റ് ആക്കാണ്ട്. ബാക്കി
ഓവർ ഹെഡ് ചെയ്യുന്ന പോലെയല്ല, ഞാനിത് ചെയ്ത് പ്രാക്ടീസ് ആയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മൈൻഡ് മസിൽ കണക്ഷനും മസിൽസിൻ്റെ സെൻസേഷൻ കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു ഇത് ചെയ്ത് ശീലമായപ്പോൾ. വേറെ തന്നെ ഒരു പമ്പിങ്ങാണ് ആഫ്റ്റർ ദിസ് വർക്കൗട്ട്. നമുക്കെന്തായാലും വെയിറ്റ് കൂട്ടാം. 12.5 പോകാം. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് പ്രീച്ചർ കാളാണ്. ഇതൊരു 3 സെറ്റ് ഉണ്ടാവും. ഫൈനൽ ബൈസെപ്സ് വർക്കൗട്ട്. ഇത് എൻ്റെ ട്രൈസെപ്സിന് ഡിപ്സാ ചെയ്യാൻ പ്ലാനുള്ള. പ്ലേറ്റ് കണ്ടിട്ട് വലിയ വെയിറ്റ് ഒന്നും ഇരിക്കേണ്ട, 5 kgs ആണല്ലോ ഈച്ച് സൈഡ്. പ്ലസ് 2.5 അത്രേ വെയിറ്റ് വരുന്നുള്ളൂ. അയ്യോ, ഒരുപാട് കാലം ഇതിനകത്ത് ചെയ്തിട്ട് അതുകൊണ്ടൊരു ഡിഫിക്കൽട്ടി ഉണ്ട് ഈ പൊസിഷനും. പിന്നെ ഈ ബാറിൽ ഞാൻ ബൈസെപ്സ് ചെയ്യാറേ ഇല്ല. ക്യാബിൾ അല്ലെങ്കിൽ സിംഗിൾ ആംസേ ചെയ്യാറുള്ളൂ ഡംബൽസിൽ. എന്നുവെച്ചാൽ റെസ്റ്റിന് എനിക്ക് ഇവിടെ പെയിൻ വരും. ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. 2 സെറ്റും കൂടി ചെയ്യട്ടെ. എന്നിട്ട് ട്രൈസെപ്സിൻ്റെ ഡിപ്സും കൂടെ കഴിഞ്ഞാൽ മെയിൻ ബോർഡ് പിടിക്കാം. ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ട്രൈസെപ്സിൻ്റെ ഇതും കൂടെ കഴിഞ്ഞാൽ ഫിനിഷായി. അപ്പോൾ ഇതൊരു 3 സെറ്റ് ചെയ്യാം. കാർഡിയോ ഞാൻ ഓൾറെഡി ഫിനിഷ് ആക്കി. പറ്റുവാണെങ്കിൽ ഗ്യാപ്സ് ചെയ്യാം. നല്ല എനർജി കുറവുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. പിന്നെ ഇത് ഭയങ്കര നേരിയതായതുകൊണ്ട് പിടിക്കാൻ അത്ര സുഖം ഉണ്ടാവും തോന്നുന്നില്ല. ബോഡി വെച്ചിട്ടല്ല, ബോഡി വെയിറ്റ് ഉപയോഗിക്കുന്നില്ല, കുറച്ച് സപ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെ കൊണ്ട്. ബിക്കോസ് ഓൾറെഡി ടയർഡായി നല്ലോണം ട്രൈസെപ്സ്. അമ്മേ, ഞാൻ എന്തായാലും ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് വേണം. ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ബൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതായത് ഒരുപാട് എൻക്വയറി വന്നാലും ഇതിൽ 99% ബൾക്കിംഗ് ആയിരിക്കും. ബട്ട് ഇവരെയൊക്കെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ 22-23 ബോഡി ഫാറ്റ് പെർസെൻറ്റേജും ഉണ്ടാവും. ചില ആൾക്കാർ ആണെങ്കിൽ സ്കിന്നി ഫാറ്റ് ആയിരിക്കും. ഇങ്ങനത്തെ അവസ്ഥയായിരിക്കും. ഇനി പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വെച്ചിട്ട് ബൾക്ക് ചെയ്യുവാണെങ്കിൽ എവിടെയും വേസ്റ്റ് സിറ്റുവേഷൻ ആവത്തുള്ളൂ. ഏറ്റവും ബെറ്റർ എപ്പോഴും നിങ്ങൾ ആദ്യം ലീനസ്റ്റ് ഫോമിലേക്ക് പോകാൻ നോക്കുക. ആപ്സ് 1-2 പുറത്ത് തെളിയുന്ന രീതിയിൽ അത്ര ലീനസ്റ്റ് ഫോമിലേക്ക് പോവുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ടീഷർട്ട് കാണാനും വലിയ രസം ഉണ്ടാവില്ല. ബട്ട് വൺസ് അത് നിങ്ങൾ ഫേസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അതൊരു ലോങ് ടേമിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത്രയും ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നിങ്ങൾ ബൾക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ലൂപ്പ് തന്നെ പെട്ടു. നിങ്ങൾ ഒരിക്കലും അതിൻ്റെ ഒന്ന് പുറത്തുവരാൻ പോകുന്നില്ല. എപ്പോഴും എന്താ പറയുക, ബലൂണ് നിറച്ച പോലത്തെ ശരീരവും കുറേ വെള്ളം കയറി ഇപ്പം പൊട്ടു എന്നുള്ള രീതിയിൽ കൊമ്പയോ അങ്ങനെയൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് കട്ട് ചെയ്ത് നിങ്ങൾ സ്ലോ ആയിട്ട് ഗെയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എപ്പോൾ പോയി മിററിൻ്റെ മുമ്പിൽ പോയിട്ട് ഫോട്ടോ എടുത്താലും നിങ്ങൾക്ക് 100% ഹാപ്പി ആയിരിക്കും. വേറൊരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഗെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സമയത്തേക്ക് നല്ല രീതിയിൽ നിങ്ങളെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ആക്കാനും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല മെറ്റബോളിസം കൂടാനും പിന്നെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ത്രൂ റിക്കവറി എല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആവും. ഈ പ്യുവർ ഗെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് മാക്സിമം ഡൗൺ ആക്കിയാൽ. ഇനിയിപ്പോൾ നിങ്ങൾ മരുന്നെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതായത് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും മെഡിസിനോടുള്ള റെസ്പോൺസ് കൂടാനും ലീനസ്റ്റ് ഫോമിലേക്കുള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ബോഡി ഫാറ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് കൂടത്തേ ഉള്ളൂ. ഈസ്ട്രജൻ്റെ അളവ് കൂടുതലായിരിക്കും ബോഡിയിൽ, അതുകൊണ്ട് തന്നെ റെസ്പോൺസ് കൂടുതലായിരിക്കും നെഗറ്റീവായിട്ട്. പ്ലസ്
സൈഡ് എഫക്റ്റും കോരി കിട്ടും. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇനീഷ്യലി കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കട്ട് ചെയ്യുക, നല്ലോണം ലീനാകുക, ശേഷം മാത്രം ഗെയിമിങ് സ്റ്റാർട്ട് ചെയ്യുക. പറയുന്ന മനസ്സിലാകുന്ന ആൾ ഇതേപോലെ ഫോളോ ചെയ്യും, അവർ അത്യാവശ്യം ഇമ്പ്രൂവ് ആവും. ബാക്കി ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വിചാരിക്കുന്ന ടീംസ്, അവരോട് ഇനി പണ്ട് കാര്യമില്ല. കാരണം ഞാൻ തന്നെ ഒരു ഗ്രൂപ്പിലൊരു സമയത്ത് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് കാലം കാണാനൊന്നും ടീഷർട്ടിൽ ഡ്രസ്സ് ഉണ്ടാവില്ല, സൈസ് ഉണ്ടാവില്ല, ഒക്കെ ശരിയാണ്. പക്ഷേങ്കിൽ വൺസ് അത് അതിൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ 100% ഹാപ്പി ആയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ.